തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഇനി കൂടുതൽ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ദയവേത് ഇത് കൂടുതൽ കൊളവാക്കാനില്ല. കാരണം ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകുന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു, നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക്. ഇത് കത്തിക്കാനല്ല, ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണം. ദയവേത് അങ്ങനെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനില്ല, ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതായത് എന്നെ ആരോ ചിന്തിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാ, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-18 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആർട്ടിസ്റ്റാണ് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോജോന്റെ ഏറ്റവും അടുത്ത ചെമ്പൻ ഉൾപ്പെടെയാണ്. ഈ ചെമ്പനോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ടും ഞാനില്ല. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ചേട്ടാ ഒറ്റൊരു കാര്യം, അതായത് ചേട്ടൻ പറഞ്ഞല്ലോ പലതവണ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ? തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്, എനിക്ക് ഇപ്പം ഞാനിതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം. ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ പേരിൽ. കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം, എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഈ സഫർ ചെയ്തതിന് കോമ്പൻസേറ്റ് ചെയ്യണമെന്നായിരുന്നോ പൈസയുടെ കാര്യം? ഒരിക്കലുമില്ല. വേറെ എന്തായിരുന്നു അവരോട്? എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത്. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിണ്ടതിൽ അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അതൊക്കെ ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകുന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്ട്രോൾ ആയിട്ട്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പേര് പറഞ്ഞ് ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോ കിട്ടിയപ്പോ അപ്രീസിയേഷനും കിട്ടി, അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതിപ്പോഴും പറയുന്നു. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വരണം. ഇങ്ങനെയൊക്കെ പോക്കെടുത്തറ ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പം ഇതിപ്പോ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ. അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. 3 ദിവസം ഒരിക്കലും അല്ല. എനിക്ക് 3 ദിവസം അല്ല, 3 ദിവസം അല്ല. കുറപ്പണി അങ്ങനെ വിശ്വസിച്ചോളൂ. വളരെ സുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശരിയാണ്. താങ്ക് യു കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്ന എല്ലാവരോടും നന്ദി. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉത്തരം പറയാ, പ്രശ്നം ഉണ്ടാവും, ഉത്തരം പറയാന്നുള്ളത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ?
ഇപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം LJP ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ തമ്മിലുള്ള ബന്ധപ്പെടണേ അല്ലെ സൗഹൃദം തുടരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ LJP ആയിട്ടുള്ള ഒരു സൗഹൃദം ഇനിയും തുടരണം. ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു ഒരു ശത്രുവായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്ന്. അല്ല, എന്റെ ശത്രുവല്ല. ഇതിലിപ്പോ അവര് ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിന്റെ കാര്യം പറയണം. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല. എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട്. അതെ, പൈസയുടെ കണക്കുകൾ പറയുന്നില്ല. പൈസയുടെ കണക്ക് പറയണ്ട, അഭിനയിച്ച ദിവസങ്ങള് അഭിനയിച്ച ദിവസം എന്നുള്ള ആ സിനിമയിലെ ഗസ്റ്റ് റോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു അപ്പൊ വിചാരിക്കും. ഇതിൽ കൂടുതൽ പൈസ അർഹിക്കുന്നുണ്ട് എന്ന്. അല്ല, ഞാൻ ഇപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണോ അത്ര വാങ്ങണം. അതാണ് എന്റെ ശമ്പളം. ഞാൻ അതിനനുയോജ്യമായ ആനുപാതികമായ ഒരു ശമ്പളം അല്ലെങ്കിൽ ഞാൻ വെച്ചല്ലേ നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കുക. അത് ഈ പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്ത പറയുക. ജോസഫിനും പൊറിഞ്ഞതിനു ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന 5 ലക്ഷം രൂപയല്ല. അത് എത്ര ആയിക്കോട്ടെ. ഒരു സംശയം, ആദ്യം അവർ 5 പറയുന്നു, പിന്നീട് സിനിമ സക്സസ്ഫുൾ ആയതിനു ശേഷം അയ്യേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പറഞ്ഞ വാക്കിന്ന് മാറുന്ന ഒരു പരിപാടി. പോസ്റ്റ് ചെയ്യണം നമുക്ക് തോന്നുന്ന സംശയം. ഷൂട്ടുണ്ട്. ഞാൻ ദിവസം എന്നാണ് ലിജു നടന്റെ സാലറി അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ്. ഒരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ. ഇതൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണ്ടേ അല്ലേ? ഒരു വെറുതെ 5 ലക്ഷം രൂപ പോസ്റ്റ് 5 ലക്ഷം രൂപ മാത്രമാണോ സിനിമയ്ക്ക് ശേഷം? എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതായത് ഇനി കൂടുതൽ എനിക്ക് വൈകി. അതുകൊണ്ടാണ് ദയവേത് ഇത് കൂടുതൽ ഫോളോ ആക്കാനില്ല. കാരണം ഇത് നിങ്ങൾ ഷോ ഓഫ് അല്ല. നമുക്ക് മുന്നോട്ട് എനിക്ക് പോകണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അതെടുക്കണം പ്ലീസ്.